മണിക്കൂർ കൃത്യമായി ടൈം ടേബിൾ വെച്ച് പഠിക്കുക. സയൻസ് സബ്ജക്ട് ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, പ്രോപ്പറായിട്ട് നോട്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയായിട്ട് ദിവസേന പഠിക്കുക, റിവൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് 95% നയിക്കാൻ പോകുന്ന ഘടകങ്ങൾ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് സാറ് വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ തെറ്റി മക്കളെ. ഒറ്റ വാക്ക്, ഒരു വേർഡ്, 3 ലെറ്റർ ഉള്ള ഒറ്റ വേർഡ് മതി നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യാൻ. ആ വേർഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് സാർ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം ഏതാണ് ആ വാക്ക്. ഹലോ മക്കളെ, അബൈസാറാണ്. കുറച്ച് പേരെങ്കിലും നിങ്ങൾക്കിടയിലുള്ള കുറച്ച് മക്കളെങ്കിലും ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും, ഒറ്റ വാക്കോ സാർ ചുമ്മാ തള്ളാൻ പോവാണ്, ഒറ്റ വാക്ക്, അത് 3 അക്ഷരമുള്ള ഒറ്റ വാക്കുകൊണ്ടൊന്നും ലൈഫ് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ 95% മാർക്കിലേക്കൊന്നും എത്തിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന മക്കളോട് ആദ്യം തന്നെ ആ വേർഡ് കാണിച്ചു തരാം മക്കളെ. വെറും 3 ലെറ്റേഴ്സ് വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ വേർഡ് വൈ. ബട്ട് വൈ, എന്തിനു വേണ്ടി? എല്ലാ കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക, എന്തിനു വേണ്ടിയായിരുന്നു, ആർക്ക് വേണ്ടി എന്നുള്ളത് സെക്കൻഡറി. വൈ, എന്തിനു വേണ്ടി? നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം തന്നെയാണ് വൈ. ബട്ട് വൈ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ മോട്ടീവ്? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ആ ലക്ഷ്യം ആദ്യം കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുക മക്കളെ. എന്ത് ചെയ്യുമ്പോഴും ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കാൻ നോക്കുക. ഒരു എക്സാമ്പിൾ പറയാം, സാറിന്റെ ലൈഫ് തന്നെ പറയാം. സാറിന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട് വീട്ടില്. അമ്മ ജോലിക്ക് പോകുന്നില്ല, അച്ഛൻ 500 രൂപ ദിവസം വരുമാനം കിട്ടുന്ന ജോലിക്കാണ് പോകുന്നത്. എന്റെ മുന്നിലുള്ള വൈ അതായിരുന്നു. അദ്ദേഹം കഷ്ടപ്പെട്ടത് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. അദ്ദേഹത്തിന് കഷ്ടപ്പെട്ട റിസൾട്ട് എന്നിലൂടെ തന്നെ തിരിച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഓരോ രാത്രിയും പഠിക്കാനിരിക്കുമ്പോൾ സാർ അതായിരുന്നു മോട്ടീവ്, അതായിരുന്നു സാറിന്റെ വൈ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് തന്നെ ആയിരിക്കണം എന്നില്ല മക്കളെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന കൂട്ടുകാരുണ്ടായിരിക്കാം, അയൽവാസികളുണ്ടായിരിക്കാം, ഈവൻ ടീച്ചേഴ്സ് വരെ ഉണ്ടായിരിക്കാം. PTA മീറ്റിങ്ങിന് അച്ഛനെ കേട്ട് ചെന്നപ്പോ ഇവനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല, വേറെ പരിപാടി നോക്കിക്കോ എന്ന് പറഞ്ഞ പല ടീച്ചേഴ്സും നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കാം. അത് ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കാം, അതൊരു വൈ ആയിട്ട് കണക്ട് ചെയ്യാം. അവരുടെയൊക്കെ മുന്നിൽ, നിങ്ങളെ പുച്ഛിച്ചവരെയും കളിയാക്കിയവർക്ക് മുന്നിലൂടെ നടന്നു നീങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് ഉണ്ടല്ലോ മക്കളെ, നിങ്ങളുടെ ലൈഫിലെ ഉടനീളം കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതും ഒരു വൈ ആണ്. ആ വൈ ക്ലിയർ ആയാൽ മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള ഹൗ ക്ലിയർ ആവുള്ളൂ. അതായത് ആദ്യം നിങ്ങൾ ക്ലിയർ ആക്കേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം, ആ കാര്യമാണ് വൈ. വൈ, എന്തിനെ? അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഹൗ, എങ്ങനെ എന്നുള്ള സൊല്യൂഷൻ കിട്ടും. അപ്പൊ ആദ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ വൈ ക്ലിയർ ആക്കി എടുക്കുക. അതിലൂടെ നിങ്ങൾക്ക് നല്ല മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റും. ചുമ്മാ പറയില്ല മക്കളെ. നിങ്ങൾക്ക് പലപ്പോഴും പലരും സാറിന് മെസ്സേജ് അയക്കുന്നതാണ്, സാറേ പഠിക്കുകയൊക്കെ ചെയ്യും, 4-5 മണിക്കൂറൊക്കെ പഠിക്കും, പക്ഷേ ക്ലാസ് കാണാൻ യൂട്യൂബൊക്കെ തുറന്നിരിക്കുമ്പോൾ തൊട്ടടിയിൽ വേറെ എന്തെങ്കിലും വ്ളോഗോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടീസൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അതിലറിയാതെ ക്ലിക്ക് ചെയ്ത് പോയിട്ട് നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ആവുന്നു. പലർക്കും ഉള്ളതാണ് അല്ലേ. ഇപ്പോൾ ഗേൾസിനാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ കുക്കിംഗ് അങ്ങനത്തെ ടേസ്റ്റുകൾ ഉണ്ടായിരിക്കാം. ബോയ്സിനാണെങ്കിൽ കൂടുതലും ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ മൈൻഡ് ഡൈവേർട്ട് ആയി പോവുക. അതാണ് ഇപ്പോഴത്തെ ഭൂരിഭാഗം മക്കളുടെയും ഇഷ്യൂ. അവരോടും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ മക്കളെ, വൈ ക്ലിയർ ആക്കുക. നിങ്ങളൊന്ന് ഒരു മിനിറ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, നിങ്ങളൊന്ന് ആലോചിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കണേ. അതൊന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. സാർ എന്തായാലും വീഡിയോയുടെ അവസാനം ഈ കമന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. വീട്ടിലൊക്കെ പോയിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് നമ്മൾ അടിപൊളിയായിട്ട് തുടർന്നുള്ള ക്ലാസ്സുകളിൽ, തുടർന്നുള്ള സമയങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇത്രമാത്രം ഇപ്പോൾ ആലോചിക്കുക, നന്നായി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ 95% ആഗ്രഹിക്കുന്ന മക്കളാണ് നിങ്ങളെങ്കിൽ ഉടനെ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഗോള് സെറ്റ് ചെയ്യുക. ഉടനെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ സമ്മർ വെക്കേഷൻ നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചോ, എന്ത് വേണമെങ്കിലും, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്റർടൈൻമെന്റ് ഒക്കെ ചെയ്തു, യാതൊരു പ്രശ്നമില്ല, അതൊന്നും ചെയ്യരുത് എന്ന് പറയുന്നില്ല. അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആകെ ഉണ്ടായിരിക്കേണ്ടത്, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പാരൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭൂരിഭാഗം മക്കളുടെയും പാരൻസ് അത്യാവശ്യം കഷ്ടപ്പെട്ട് തന്നെയാണ് നിങ്ങളെ വളർത്തുന്നതും നിങ്ങളുടെ പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത് അവരുടെ ചോര നീരാക്കി ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ അത് മാത്രം ഒന്ന് ആലോചിക്കുക എന്ന് സാറ് പറയും. സാറിന്റെ അനുഭവത്തിൽ സാറിന് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരുന്നു അങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു മോട്ടീവിനേക്ക് നയിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഭൂരിഭാഗം മക്കൾക്കും ആ ഒരു വിഷയം ഉണ്ടായിരിക്കും. അല്ലാത്തവരും നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക, നിങ്ങൾ എന്തിനു വേണ്ടി പഠിക്കണം എന്നുള്ള തീരുമാനം ഇന്നെടുക്കുക. ആ തീരുമാനത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ടും എക്സാമിനർ ഫാമിലി നിങ്ങൾക്ക് തരും. അതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്.